ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ വിത്ത് കോൺഫിഡൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്ന LPSA എക്സാമിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോക്കിൽ 1 മണിക്ക് 1 പ്രാവശ്യം മണിയടിക്കും, 2 മണിക്ക് 2 പ്രാവശ്യം മണിയടിക്കും, 3 മണിക്ക് 3 തവണ എന്ന രീതിയിൽ തുടരും എങ്കിൽ ഒരു ദിവസം എത്ര തവണ മണിയടിക്കും? ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ദിവസം 24 മണിക്കൂറുണ്ട് അല്ലേ? ക്ലോക്കിൽ 1 മുതൽ 12 വരെ. സോ 24 മണിക്കൂറിൽ ഈ ക്ലോക്ക് എത്ര പ്രാവശ്യം കറങ്ങണം? 1 മുതൽ 12 വരെ 2 പ്രാവശ്യം കറങ്ങണം. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന ഒരു ദിവസം എത്ര മണി അടിക്കുമെന്നില്ലേ? 1 മണിയാകുമ്പോൾ 1 തവണ മണിയടിക്കും, 2 മണിയാകുമ്പോൾ 2 തവണ അടിക്കും, അങ്ങനെ 12 മണിയാകുമ്പോൾ 12 തവണ മണിയടിക്കും. സോ ഈ 12 മണി വരെ മൊത്തം എത്ര മണിയടിക്കും? 1 + 2 + എക്സെട്ര അപ് ടു 12 എന്ന് വരും. ഇത് ആദ്യത്തെ 12 എണ്ണൽ സംഖ്യകളുടെ തുകയല്ലേ? അതെന്താണ് അതിൻ്റെ ഇക്വേഷൻ? 12 × 13/2 ആണ്. ഇനി ഇത്രയും കണ്ടുപിടിച്ചാൽ മതിയോ? ഇത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്നതിനുള്ള എണ്ണവേ ആയിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യവും കൂടി 12 മണി വരെ കറങ്ങുന്നുണ്ട്. സോ വീണ്ടും ഇത് തന്നെ ഒരു പ്രാവശ്യം കൂടെ കണ്ടുപിടിക്കണം. അതായത് ഇപ്പോൾ ഈ കിട്ടിയ ആൻസർ × 2 ചെയ്താൽ നമുക്ക് 24 മണിക്കൂറിൽ എത്ര തവണ മണി അടിക്കുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ 2ഉം 2ഉം ക്യാൻസലായി പോവും. 12 × 13 എന്ന് വരും. 12 × 13 എന്ന് പറയുന്നത് 156 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 10⁻2019 + 1² എന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക എത്ര? സോ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ഇത് സോൾവ് ചെയ്യാൻ പാടാം. സോ നമ്മൾ എന്ത് ചെയ്യണം? വേറെ ഏതെങ്കിലും രീതിയിൽ ആൻസറിലോട്ട് എത്താൻ പറ്റുമോ എന്ന് നോക്കണം. സോ അതിൽ ചെറിയ പവറൊക്കെ ഒന്ന് ഇട്ട് നോക്കുക. അതായത് 10⁻1 + 1² എത്രയാണെന്നൊന്ന് കണ്ടുപിടിക്കുക. 10⁻1 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 + 1² എന്ന് പറഞ്ഞാൽ 121 ആയിരിക്കും. ഇനി അടുത്തത് എന്താണ്? 10⁻2 + 1² കണ്ടുപിടിക്കുക. 10⁻2 എന്ന് പറഞ്ഞാൽ ആണ്. 100 + 1 101. 101ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 10201 ആണ്. ഇതുപോലെ തന്നെ 10⁻3 + 1² കണ്ടുപിടിക്കുക. 10⁻3 എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 + 1 1001ൻ്റെ സ്ക്വയർ. 1001ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1002001 ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? 10ൻ്റെ പവർ എന്ത് തന്നെയാണേലും ഈ ഒരു എക്സ്പ്രഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പം ആ ആൻസറിൻ്റെ അകത്ത് അക്കങ്ങളായിട്ട് 1ഉം 2ഉം 1ഉം മാത്രമേ കാണത്തുള്ളൂ. സോ അക്കങ്ങളുടെ തുകയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അത് 1 + 2 + 1 ആണ്. 1 + 2 3, 3 + 1 4. 4 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ √2, √6, √8 ആകുന്നു. അതിൻ്റെ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് എത്ര? ഇവിടെ നമുക്ക് ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ √2 √6 √8 എന്നാണ് തന്നേക്കുന്നത്. സോ ഇതിൽ നിന്നെല്ലാം നമുക്കൊരു √2 കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം ഈ റേഷ്യോനെ നമുക്ക് √2 √6 എന്ന് പറഞ്ഞാൽ √2 × √3 ആണ്. √8 എന്ന് പറഞ്ഞാൽ √2 × √4 ആണ്. സോ ഒരു √2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അംശബന്ധം എന്ന് പറയുന്നത് 1:√3:2 എന്ന് കിട്ടും. കാരണം √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 1:√3:2 ആണ് ഈ ത്രികോണത്തിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ. ഇനി ഇങ്ങനെയൊരു റേഷ്യോ കിട്ടിയാൽ അത് ഒരു മട്ട ത്രികോണമായിരിക്കും. മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, ബേസ് സ്ക്വയർ + ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കിട്ടുന്നുണ്ടോന്ന്. സോ ഇവിടെ നമുക്ക് 1² + √3² എത്രയാണ്? 1² 1 ആണ്. √3² എന്ന് പറയുന്നത് 3 ആണ്. 1 + 3 = 4 എന്ന് കിട്ടും. അത് തന്നെയല്ലേ 2²? 2² 4 ആണ്. സോ ആ ഒരു പൈതഗോറസ് തിയറം ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. സോ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എങ്ങനെയായിരിക്കും വരുന്നത്? ഈ കിട്ടിയ റേഷ്യോയിൽ ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നതായിരിക്കും ഹൈപ്പോട്ടന്യൂസ്.
ഇവിടുത്തെ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എൻ്റെ നീളം 2 ആയിരിക്കും. പിന്നെ ബേസ് ആണ് √3, ഓൾട്ടിറ്റ്യൂഡാണ് 1. ഇനിയും ഇതാണ് സൈഡ്സിൻ്റെ റേഷ്യോ എങ്കിൽ അതിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ കോണളവ് എന്ന് പറയുന്നത് ഒരു റിലേഷൻ ഉണ്ട്. അതായത് ഹൈപ്പോട്ന്യൂസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതായിരിക്കും 90 ഡിഗ്രി. √3യുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോണളവ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ 1ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചെറിയ കോണിൻ്റെ അളവ്. സോ 3 ആംഗിളും കിട്ടി. ഇതിലെ ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. n+1² മൈനസ് n × n+1 = 15 ആയാൽ n എത്ര? ഇവിടെ നമുക്ക് n+1² n+1 × n+1 എന്ന് എഴുതാം. സോ n+1 × n+1 മൈനസ് n × n+1 = 15 എന്നാണ് തന്നേക്കുന്നത്. ഈ ഒരു എക്സ്പ്രഷൻ്റെ ഇടതുവശത്ത് നോക്കിയേ, n+1 കോമൺ ആണ്. സോ അത് നമുക്ക് വെളിയിലെടുക്കാം. സോ ആദ്യത്തേൻ്റെ അകത്തുനിന്ന് n+1 വെളിയിലോട്ട് എടുത്താൽ പിന്നെ ബാക്കി എന്തേ ഉള്ളൂ? ഒരു n+1 ഉണ്ട്. മൈനസ് n × n+1ൻ്റെ അകത്തുനിന്ന് n+1 വെളിയിലെടുത്താൽ ബാക്കി എന്താണുള്ളത്? മൈനസ് n. സോ = 15 എന്ന് വരും. സോ എന്നും മൈനസ് എന്നും ക്യാൻസലായി പോകും. പിന്നെ ഇടതുവശത്ത് n+1 മാത്രമേ ഉള്ളൂ. = 15 എന്ന് വരും. ഇനി n കണ്ടുപിടിക്കാൻ 1 മറ്റേ സൈഡിലോട്ട് പോകും. സോ 15 - 1 = 14 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വശങ്ങളുടെ എണ്ണവും വികർണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏതാണ്? അതായത് സൈഡുകളുടെ എണ്ണവും, വികർണം എന്ന് പറഞ്ഞാൽ ഡയഗണൽസ് ആണ്, ഡയഗണൽസിൻ്റെ എണ്ണവും തുല്യമായ പോളിഗൺ ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. സോ ചതുർഭുജം, ഷഡ്ഭുജം, പഞ്ചഭുജം, സപ്തഭുജം. സൈഡ് അറിയാമെങ്കിൽ വികർണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, n × n-3/2. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പഞ്ചഭുജമാണ്. പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ പെൻറ്റഗൺ. പെൻറ്റഗണിന് 5 വശങ്ങളുണ്ട്. സോ ഈ ഇക്വേഷൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്പർ ഓഫ് സൈഡ്സ് n എന്ന് പറയുന്നത് 5 ആണ്. 5 × 5-3/2. 5-3 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 2 ക്യാൻസലായി പോകുമ്പോൾ ഡയഗണൽസ് 5 എന്ന് കിട്ടും. സോ വശങ്ങളുടെ എണ്ണവും ഡയഗണൽസ്, വികർണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പഞ്ചഭുജമാണ്. ഇത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. 3/99ൻ്റെ 3 മടങ്ങ് എത്ര? സോ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3/99 എന്ന് പറഞ്ഞാൽ 99 പ്രാവശ്യം 3 ഉണ്ട്. × 3 എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യവും കൂടെ വരും, അതായത് 100 പ്രാവശ്യം, അതായത് 3/100 ആണ് ആൻസർ. അല്ലാതെയും നമുക്ക് അറിയാം a⁻m × a⁻n എന്ന് പറയുന്നത് a⁻m+n ആണ്. സോ 399 × 3 ആണ് ചോദിച്ചേക്കുന്നത്. സോ 399 + 1 എന്ന് വരും, അതായത് 3/100. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ 4 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ എങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്ര? സോ ആദ്യം തന്നെ സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ ഐസോസ്ലസ് ട്രയാങ്കിൾ, 2 സൈഡ് തുല്യമായ ത്രികോണത്തെയാണ് സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് 4 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററുമാണ് 2 സൈഡ് തന്നിരിക്കുന്നത്. 2 സൈഡ് തുല്യമാണെന്ന് നമുക്കറിയാം. ഈ ത്രികോണത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ അത് മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. ഇവിടെ നമുക്ക് മൂന്നാമത്തെ സൈഡ് ഏതാണെന്ന് അറിയത്തില്ല. ഇൻ കേസ് അത് 4 ആണെന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഏതൊക്കെയായിരിക്കും? 4, 4, 8. പക്ഷേ ഈ ഒരു വാല്യൂ വെച്ച് നമുക്കൊരിക്കലും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ട്രയാങ്കിളിൻ്റെ പ്രത്യേകത ഇതാണ്, ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 വശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ അത് മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. ഈക്വൽ ആകാനും പാടില്ല, കുറവാകാനും പാടില്ല. എപ്പോഴും 2 വശങ്ങളുടെ തുക എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതായിരിക്കണം. സോ ഇവിടെ ഈ 2 സൈഡ്സ് 4ഉം 4ഉം എടുക്കുവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. മറ്റേ വശം ഏതാണ്? 8. 8 ഗ്രേറ്റർ ദാൻ 8 ആണോ? അല്ല. സോ ഈ ഒരു വാല്യൂ വെച്ച് നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടുത്തെ സൈഡ്സ് ഏതൊക്കെയായിരിക്കും? 8, 8, 4. സോ നമ്മളോട് ചോദിച്ചേക്കുന്ന ചുറ്റളവാണ്. ചുറ്റളവെന്ന് പറഞ്ഞാൽ പെരിമീറ്റർ. 3 സൈഡൂടെ കൂട്ടുന്നതാണ് പെരിമീറ്റർ. സോ എന്തായിരിക്കും പെരിമീറ്റർ? 8, 8, 16, 4, 20 സെൻറ്റിമീറ്റർ ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ.
3x+2 ഈസ് ഈക്വൽ ടു 9x-1 ആയാൽ എക്സിൻ്റെ വില എത്ര? ഇവിടെ രണ്ടും 3 എന്ന ഫോമിലാണെങ്കിൽ മാത്രമേ നമുക്ക് എക്സിൻ്റെ വാല്യൂ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കറിയാം 9 എന്ന് പറഞ്ഞാൽ 3² ആണ്. സോ നമുക്ക് ഈ ഇക്വേഷനെ, ഈ ഒരു എക്സ്പ്രഷനെ ഇങ്ങനെ മാറ്റാം. 3x+2 ഈസ് ഈക്വൽ ടു 3² ഇവിടെ രണ്ട് സൈഡിലും 3 ഫോമായി. സോ നമുക്ക് ആ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. സോ x+2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബ്രാക്കറ്റിൽ x-1. സോ അത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x-2 എന്ന് വരും. ഇനി എക്സ് ടേംസ് എല്ലാം ഒരു സൈഡിലാക്കുക, വാല്യൂസ് എല്ലാം മറ്റേ സൈഡിലോട്ടാക്കുക. സോ 2x + x അപ്പുറത്തോട്ട് പോകുമ്പോൾ -x ആവും. 2x - x എന്ന് പറയുന്നത് x ആണ്. ഇസ് ഈക്വൽ ടു 2 -2 ഇപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ +2 ആവും. 2 + 2 എന്ന് പറയുന്നത് 4 ആണ്. സോ x ഇസ് ഈക്വൽ ടു 4 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദത്തിൻ്റെയും 13ാം പദത്തിൻ്റെ 40 ആയാൽ അതിൻ്റെ ആദ്യത്തെ 24 പദങ്ങളുടെ തുക എത്ര? ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയുടെ nth ടേം എന്ന് പറയുന്നത് a+n-1 × d ആണ്. സോ 12ാമത്തെ ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? a+12 - 1 × d, അതായത് a+11d. അതുപോലെ തന്നെ 13ാമത്തെ ടേം എന്തായിരിക്കും? a+13 - 1 × d, അതായത് a+12d. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 12ാം പദത്തിൻ്റെയും 13ാം പദത്തിൻ്റെയും തുക 40 ആണെന്ന്. നമുക്ക് 12ാം പദം a+11d ആണെന്നറിയാം, 13ാമത്തെ പദം a+12d ആണെന്ന് അറിയാം. സോ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ആ തുകയാണ് ക്വസ്റ്റ്യനിൽ 40 എന്ന് തന്നേക്കുന്നത്. സോ 2a+ 11 12 23 ആണ്. 23d ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 24 പദങ്ങളുടെ തുക. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആദ്യത്തെ n ടേംസിൻ്റെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് s ഈസ് ഈക്വൽ ടു n/2 × 2a + n-1 × d. ഇനി ആദ്യത്തെ 24 ടേംസ് അല്ലേ, സോ n എന്ന് പറയുന്നത് 24 ആണ്. സോ എസിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ n/2, 24/2 എന്ന് പറയുന്നത് 12 ആണ്, ഇൻറ്റു 2a + n 24 ആണ്. 24 - 1 എന്ന് പറയുന്നത് 23d എന്ന് വരും. 2a + 23dയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം 40 ആണെന്ന്. സോ 12 × 40 ഈസ് ഈക്വൽ ടു 12 4 48 ആണ്. 480 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 3⁻⁴ × 4⁻⁴ × 5⁻⁴ വില എത്ര? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഏത് നമ്പറിനെ (0) ചെയ്താലും ആൻസർ 1 ആണ്. സോ 3⁻⁴ 1 ആണ്, 4⁻⁴ എടുത്താലും 1 ആണ്, 5⁻⁴ എടുത്താലും 1 ആണ്. സോ ഇത് മൂന്നോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്തായിരിക്കും? 1. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 30% 75% തമ്മിലുള്ള വ്യത്യാസം 1350 ആണെങ്കിൽ സംഖ്യ ഏത്? ഇവിടെ ഒരേ സംഖ്യയുടെ തന്നെ 30%-ൻ്റെയും 75%-ൻ്റെയും വ്യത്യാസം 1350 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ശതമാനത്തിൻ്റെ വ്യത്യാസം എന്താണ്? 75 - 30 45. സോ ഒരു സംഖ്യയുടെ 45% എത്രയെന്ന് തന്നേക്കുന്നത്? 1350 എന്ന് തന്നേക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന സംഖ്യ എത്രയാണെന്നാണ്. സോ ഈ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനത്തെ ബേസ് ചെയ്തിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും 100% ഈ 100% എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. 45% 1350 ആണ് എങ്കിൽ 100% കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും വാല്യൂ ഉള്ളത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1350 × 100 ഡിവൈഡഡ് ബൈ ഒരു സൈഡിൽ വാല്യൂ ഉള്ളത് 45. 45ഉം 135 ക്യാൻസലാകും 3 പ്രാവശ്യം. സോ 30 × 100 എന്ന് പറയുന്നത് 3000 എന്ന് ആൻസർ കിട്ടും. ഇത് തന്നെ വേറൊരു രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. 45നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1350 കിട്ടും? 45 × 3 ആണ് 135. സോ
45 ഇൻറ്റു 30 ചെയ്താൽ 1350 കിട്ടും. അങ്ങനെയെങ്കിൽ 100% കണ്ടുപിടിക്കാൻ മുകളിൽ എത്ര വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്തത് അതുകൊണ്ട് തന്നെ താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 30 ഇൻറ്റു 100 എന്ന് വരും, 3000 എന്ന് ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2, 6, 12, 20, 30 ഈ ശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, 2ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 6 കിട്ടും, 6ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 12 കിട്ടും, 12ൻ്റെ കൂടെ 8 കൂട്ടിയാൽ 20 കിട്ടും, 20ൻ്റെ കൂടെ 10 കൂട്ടിയാൽ 30 കിട്ടും. അതായത് 4, 6, 8, 10 ഈ ഓർഡറിലാണ് ആഡ് ചെയ്തേക്കുന്നത്. സോ അടുത്ത നമ്പറിന് എത്ര കൂട്ടിയാലാണ് കിട്ടുന്നത്? 12 കൂട്ടണം. സോ 30ഉം 12ഉം 42 ആയിരിക്കും ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, x(y) = 3:4, y(z) = 3:5 ആയാൽ x(y)(z) എത്ര? ഇത് ചെയ്യാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആദ്യം x(y)(z) അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അത് അങ്ങനെ അങ്ങ് എഴുതുക. എന്നിട്ട് x(y)യുടെ റേഷ്യോ 3:4 ആണ്, അത് x(y)യുടെ താഴെയായിട്ട് എഴുതുക. അതുപോലെ തന്നെ y(z)ൻ്റെ റേഷ്യോ 3:5 ആണ്, അത് അടുത്ത ലൈനിൽ y(z)ൻ്റെ താഴെയായിട്ട് എഴുതുക. 2 റോയുണ്ട്. ആദ്യത്തെ റോയിൽ 3:4 x(y)യുടെ വാല്യൂ നമുക്കറിയാം, z-ൻ്റെ വാല്യൂ അറിയത്തില്ല. രണ്ടാമത്തെ റോയിൽ x-ൻ്റെ വാല്യൂ അറിയത്തില്ല, y(z) 3:5 ആണെന്നും അറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് റോയിൽ z-ൻ്റെ താഴെയായിട്ട് z-നോട് ചേർന്ന് കിടക്കുന്ന വാല്യൂ ഏതാ? 4 അല്ലേ, അത് എഴുതുക. ഇനി അതിൻ്റെ താഴത്തെ റോയിൽ നമുക്ക് x-ൻ്റെ വാല്യൂ അറിയത്തില്ല, ആ റോയിൽ തന്നെ ആ x-ൻ്റെ വാല്യൂയോട് ചേർന്ന് കിടക്കുന്ന വാല്യൂ ഏതാ? 3, അത് എടുത്തെഴുതുക. ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് തമ്മിൽ താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആദ്യം 3 × 3 9 എന്ന് കിട്ടും, രണ്ടാമത്തേത് 4 × 3 12 എന്ന് കിട്ടും, മൂന്നാമത്തേത് 4 × 5 20 എന്ന് കിട്ടും. സോ 9:12:20 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 15 മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്ന് 9 മീറ്റർ അകലെയാണ് എങ്കിൽ ഏണിയുടെ മുകളറ്റം നിലത്ത് നിന്നും എന്ത് ഉയരത്തിലാണ്? പറഞ്ഞ കാര്യങ്ങളാണ് വരച്ചേക്കുന്നത്. ഏണിയുടെ നീളം 15 മീറ്റർ ആണ്, അതിങ്ങനെ ചാരി വെച്ചേക്കുക. ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്നും 9 മീറ്റർ ദൂരെയാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഏണിയുടെ മുകളറ്റം നിലത്ത് നിന്നും എത്രയാണെന്നാണ്. സോ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, മട്ടത്രികോണമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഹൈപ്പോട്ന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് ഓൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് ഹൈപ്പോട്ന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് ബേസിൻ്റെ സ്ക്വയർ കുറയ്ക്കുക. സോ റൂട്ട് ഓഫ് 15ൻ്റെ സ്ക്വയർ 225 ആണ്, മൈനസ് 9ൻ്റെ സ്ക്വയർ 81 ആണ്. സോ 225 മൈനസ് 81 എന്ന് പറയുന്നത് 144 ആണ്. റൂട്ട് ഓഫ് 144 എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 0.00015നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 15 കിട്ടും? ഇവിടെ 0.00015 ആണ്, അതായത് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 5 ഡിജിറ്റ്സ് ഉണ്ട്. നമുക്കറിയാം ഡെസിമൽ പോയിൻ്റ് മാറ്റണമെങ്കിൽ ഇൻറ്റു 1 കഴിഞ്ഞ് 5 പൂജ്യവും കൂടി ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ഉള്ളൂ ഇവിടുത്തെ ഡെസിമൽ പോയിൻ്റ് മാറത്തുള്ളൂ. സോ 0.00015നെ 1/1,00,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വ്യുൽക്രമം എടുക്കുമ്പം ആ 1,00,000 മേളിൽ പോകും. സോ 0.0015 ഇൻറ്റു 1,00,000 എന്ന് വരും. ആൻസർ 15 എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 7 സെൻറ്റിമീറ്റർ 25 സെൻറ്റിമീറ്റർ 24 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര? ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്, മട്ടത്രികോണമാണ്. അതായത് നമുക്ക് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അതായത് 24ൻ്റെ സ്ക്വയർ പ്ലസ് 7ൻ്റെ സ്ക്വയർ ചെയ്താൽ 25ൻ്റെ സ്ക്വയർ കിട്ടും. സോ എന്താണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഒരു മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ. അതിൻ്റെ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ഇതൊരു മട്ടത്രികോണമാണെന്നറിയാം.
25 ഹൈപ്പോട്ന്യൂസ്. ബേസ് എന്ന് പറയുന്നത് 24, ഹൈറ്റ് എന്ന് പറയുന്നത് 7. സോ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ചെയ്യുക. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് എത്ര? 24 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 7. 24 രണ്ടും കൂടെ ക്യാൻസലാവും, 12. 12 ഇൻറ്റു 7 എന്ന് പറയുന്നത് 84 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ് എങ്കിൽ സംഖ്യ ഏത്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പം, അതായത് ഒരു സംഖ്യയുണ്ട്, രണ്ടക്ക സംഖ്യയാണ്, അതിൻ്റെ അക്കങ്ങൾ തിരിച്ചിട്ടു, എന്നിട്ട് ഈ ആദ്യത്തെ സംഖ്യയും ഇപ്പോൾ കിട്ടിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 27 തന്നിട്ടുണ്ട്. സോ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ആ വ്യത്യാസത്തെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ആ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കിട്ടും. സോ ഇവിടെ 27 വ്യത്യാസം, അതിനെ 9 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. അതായത് നമ്മുടെ ആ സംഖ്യയിലെ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ 3. സോ ഓപ്ഷനിൽ ആ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 3 ആൻസർ ഉണ്ടോ എന്ന് നോക്കുക. സോ ഓപ്ഷൻ സി നോക്കിക്കേ, 47. അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 7 - 4 3. സോ ഇവിടുത്തെ ആൻസർ 47. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ചപ്പോൾ 2 വർഷത്തിനു ശേഷം 1392 രൂപയും 5 വർഷത്തിന് ശേഷമാണെങ്കിൽ 1680 രൂപയുമാണ് ലഭിക്കുന്നതെങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനമാണ്? ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ ഒരു തുക നിക്ഷേപിച്ചു, അത് എത്രയാണെന്ന് അറിയത്തില്ല. 2 വർഷത്തിന് ശേഷം 1392 രൂപ കിട്ടി. 5 വർഷത്തിന് ശേഷമാണെങ്കിൽ 1680 രൂപ കിട്ടും. സോ ഇത് തമ്മിൽ, അതായത് 2 വർഷത്തിന് ശേഷമുള്ളതും 5 വർഷത്തിന് ശേഷമുള്ള തുകയും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 3 വർഷം കൊണ്ട് എത്ര പലിശ കിട്ടുമെന്ന് നമുക്കറിയാം. സോ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1680 നിന്ന് 1392 രൂപ കുറച്ചാൽ മതി. അതായത് 3 വർഷം കൊണ്ട് കിട്ടുന്ന പലിശയാണ് 288. അങ്ങനെയെങ്കിൽ 1 വർഷം കിട്ടുന്ന പലിശ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 288/3 ചെയ്യുക. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? സോ എല്ലാ വർഷവും ഒരേ പലിശ തന്നെയാണ് കിട്ടുന്നത്. സോ 2 വർഷത്തിന് ശേഷം 1392 കിട്ടിയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം 96 രൂപ പലിശ കിട്ടി, രണ്ടാമത്തെ വർഷവും 96 രൂപ പലിശ കിട്ടി. അതായത് 192 രൂപയാണ് പലിശയായിട്ട് 2 വർഷം കിട്ടുന്നത്. സോ എത്ര തുകയാണെന്ന് നിക്ഷേപിച്ചെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1392 നിന്ന് 192 കുറച്ചാൽ മതി. സോ 1200 രൂപ എന്ന് കിട്ടും. അതാണ് നമ്മൾ നിക്ഷേപിച്ച തുക. ഇനി നമുക്ക് സാധാരണ പലിശയുടെ ഇക്വേഷൻ I = PNR/100 എന്നറിയാം. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്ത് ചെയ്താൽ മതി? നമുക്ക് 1 വർഷത്തേക്കുള്ള പലിശ 96 രൂപയാണ് കിട്ടുന്നതെന്ന് അറിയാം. 96 × 100 ഡിവൈഡഡ് ബൈ 1200 രൂപയാണ് നിക്ഷേപിച്ചത് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 1 വർഷത്തേക്കുള്ള കേസിൽ N 1 ആണ്. സോ 100ഉം 1200ൻ്റെ 0 പോകും. പിന്നെ പോട്ട് 96/12 എന്ന് വരും. 12 × 8 ആണ് 96. സോ 8% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത എന്ത്? സോ ഒരു ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ 366 ദിവസം കാണും. ഓർഡിനറി ഇയറിൽ 365 ദിവസമാണ്. അതിവർഷത്തിൽ ഒരു ദിവസവും കൂടെ കൂടുതൽ കാണും. ഇനി ഒരു ഓർഡിനറി ഇയർ ആണെങ്കിൽ 52 ആഴ്ചയും ഒരു എക്സ്ട്രാ ദിവസവുമാണ് വരുന്നത്. പക്ഷേ ലീപ്പ് ഇയർ ആണെങ്കിൽ 52 ആഴ്ചയും 2 എക്സ്ട്രാ ഡേയ്സ് കൂടെ വരും. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ച വരാനുള്ള സാധ്യത എന്താണെന്നാണ്. സോ ഈ 2 എക്സ്ട്രാ ഡേയ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സൺഡേ മൺഡേ ആകാം, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ ആകാം, അല്ലെങ്കിൽ ട്യൂസ്ഡേ വെനസ്ഡേ ആകാം, വെനസ്ഡേ തേഴ്സ്ഡേ ആകാം, തേഴ്സ്ഡേ ഫ്രൈഡേ ആകാം, ഫ്രൈഡേ സാറ്റർഡേ ആകാം, സാറ്റർഡേ സൺഡേ ആകാം. സോ ഇവിടെ
7 സാധ്യതകളുണ്ട്. ഇതിൽ സൺഡേ ആകാനുള്ള സാധ്യത എത്രയെണ്ണം ഉണ്ട്? ഒന്നെങ്കിൽ സൺഡേ മൺഡേ ആകാം, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ആകാം. സോ 2 സാധ്യതകളുണ്ട്. സോ ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാൻ 2/7 പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 3 സംഖ്യകളിൽ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ 2 ഇരട്ടിയും മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടിയുമാണ്. ആ സംഖ്യകളുടെ ശരാശരി 55 ആണെങ്കിൽ അവയിലെ ചെറിയ സംഖ്യ ഏത്? ഇതിനു മുമ്പൊരു ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ തന്നെ A:B:C എന്ന് എഴുതുക. എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടിയാണ്. അതായത് 1:2 ആയിരിക്കും A:Bയുടെ റേഷ്യോ. അതുപോലെ രണ്ടാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടിയാണ്. സോ C 1 ആണെങ്കിൽ B 3 ആയിരിക്കും. സോ 3:1 ആയിരിക്കും B:Cയുടെ റേഷ്യോ. A:B:C കണ്ടുപിടിക്കണം. അതിന് ആദ്യത്തെ റോയിൽ Cയുടെ താഴെയായിട്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന വാല്യൂ എഴുതുക 2. അതുപോലെ തന്നെ അടുത്ത റോയിൽ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ആ റോയിൽ തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന വാല്യൂ എഴുതുക. സോ 3. ഇനി ഓരോ കോളത്തിൽ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3:6:2 എന്ന് റേഷ്യോ കിട്ടും. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഈ സംഖ്യകളുടെ ശരാശരി 55 ആണെങ്കിൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ? 3 സംഖ്യകളുണ്ട്. സോ 3 + 6 9, 9 2 11. 11x/3 ചെയ്താൽ ശരാശരി കിട്ടും. അത് 55 തന്നിട്ടുണ്ട്. സോ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 55 × 3/11 എന്ന് വരും. 11ഉം 55 ക്യാൻസൽ ചെയ്യാം 5 പ്രാവശ്യം. സോ എക്സ് എന്ന് പറയുന്നത് 15 എന്ന് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ചെറിയ സംഖ്യയാണ്. ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി 2x ചെയ്താൽ മതി. സോ 2 × 15 30 എന്ന് ആൻസർ കിട്ടും. സോ ഇത്രയുമാണ് LPSAയുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഓൾ.